നിരഞ്ജനയെ ഇഷ്ടപ്പെടുന്ന വിശ്വനാഥനോട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെടുന്ന ഉണ്ണിത്താൻ തന്റെ ജീവിതം സുധിയോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന വിശ്വാസത്തിൽ നിരഞ്ജനയെ തന്റെ ഭാര്യയാക്കി പെരുമ്പടപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സുധി. 15 ദിവസത്തിനുള്ളിൽ അർച്ചനയുടെ വിവാഹം നടത്തണമെന്ന് വിശ്വനാഥൻ രാജപ്പനോട് പറയുന്നു. രേവതിയും സജിയുമായി ബന്ധമുണ്ടെന്ന് രാജപ്പനെ അറിയിക്കുന്ന ആശാൻ അർച്ചനയും ചെവള രാഘവനുമായുള്ള വിവാഹം ഉടൻ നടത്തണമെന്ന് രാജപ്പൻ. അർച്ചനയോട് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് പറയുന്ന അമ്പിളി. രാജപ്പന്റെ കണ്ണുവെട്ടിച്ച് അമ്പിളിയുടെ സഹായത്തോടെ അർച്ചന വീട്ടിൽ നിന്നിറങ്ങുന്നു. അച്ചുവെച്ച് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അമ്പിളി കള്ളം പറയുന്നു. ബസ് സ്റ്റാൻഡിലെത്തിയ അർച്ചന കാർത്തിയായനിയോട് കയ്യിൽപ്പെടുന്നു. അർച്ചനയെ രാഘവന് കൊടുക്കാനൊരുങ്ങുന്ന കാർത്തിയായനി. അർച്ചനയെ തിരികെ കൊടുക്കാൻ രാജപ്പനോട് പണം ആവശ്യപ്പെടുന്ന കാർത്തിയായനി. സ്വന്തം മോളെ പോലെ കരുതി അർച്ചന ചതിച്ചതിൽ ശ്യാമളയ്ക്ക് വിഷമം. സുധിയും നിരഞ്ജനയുമായുള്ള വിവാഹം 17-ന് നടത്താൻ തീരുമാനിക്കുന്നു. രാത്രി മഴ തുടരുന്നു. എത്ര നേരമായിട്ട് അച്ഛനെ നോക്കിയിരിക്കുവാന്നറിയോ? അവളെ കൊണ്ടിട്ടിട്ട് ഒരക്ഷരം പറയാതെ അച്ഛൻ എങ്ങോട്ടായി പോയേ? കാർത്തിയായനിയെ കാണാനാ പോയത്. അവരീ വിവരം അറിഞ്ഞോ? രാവിലെ അവളുടെ കയ്യിലാണ് ഇവളെ എന്ന് പെട്ടത്. കാർത്തിയായനെ ഒരു കളി കളിച്ചു. ഇവളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ വിളിച്ചു വരുത്തി. ഇവളെ ചെവളയ്ക്ക് വിട്ടുകൊടുക്കാൻ പോകണമെന്ന്. അവൻ ഈ വിവരം അറിഞ്ഞാൽ അപ്പ വന്ന് ഇവളെ കൊണ്ടുപോകും. SP തരാമെന്നിട്ട് 25 പവനും 5 ലക്ഷം രൂപയും ചെവള പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അയ്യോ അച്ഛാ, ആ സ്വർണ്ണവും മനസ്സിൽ കണ്ട ഞാൻ ജീവിക്കുന്നത്. അവളെ വിട്ടു തരണമെങ്കിൽ കാർത്തിയായന് പറഞ്ഞു രൂപ 50,000 അവൾക്ക് കൊടുക്കണമെന്ന്. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടാ ഇവളെ വിട്ടു തന്നത്. ആ കാശ് സംഘടിപ്പിക്കാൻ പോയതാ ഞാൻ. അത് കൊണ്ടുചെന്ന് അവൾക്ക് വായിക്കരിട്ടിട്ടാണ് ഞാൻ വരുന്നത്. പോത്തുപോലെ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എന്റെ മുന്നിലൂടെ ബാഗും തൂക്കിയിൽ അവള് പോയത്. അതിന്റെ ശിക്ഷയായിരിക്കണം. പിന്നെ ഈ വിവരം ഒന്നും ശ്യാമള അറിയരുത്. ഇല്ല, അവളെ ഉപദ്രവിക്കാനൊന്നും നീ പോകരുത്. അതിന്റെ പേരിലൊന്നും പറയാനും പോകണ്ട. കല്യാണം ഒന്ന് കഴിയുന്നതുവരെ നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കണം. പറഞ്ഞ മനസ്സിലായോ? ശബരി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇന്നവന്റെ വിളി വന്നില്ല. രാവിലെ ബാംഗ്ലൂർക്ക് പോകുന്ന ഇന്നലെ പറഞ്ഞിരുന്നു. ഏട്ടൻ മുഹൂർത്തം നോക്കി. അന്ന് ഭാഗ്യത്തിന് ഓഡിറ്റോറിയം ഒഴിവുണ്ട്. പക്ഷേ 9 ദിവസത്തെ സമയമേ ഉള്ളൂ. തീയതി കുറച്ച് കാര്യമല്ലേ അമ്മ പറഞ്ഞു വരുന്നത്? 17-ന് വിവാഹം നിശ്ചയിച്ചു. ഇതല്ലേ അമ്മ പറഞ്ഞു വരുന്നേ? അതെ, നീ എങ്ങനെ അറിഞ്ഞു? എന്നോടിത് പറഞ്ഞത് നിരഞ്ജനയാ. ഞങ്ങളിന്ന് കണ്ടിരുന്നു. സന്ധ്യയ്ക്കാ പിരിഞ്ഞത്. അച്ഛൻ ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. സംശയങ്ങളൊക്കെ മാറിയിട്ട് മുന്നിൽ വന്നാ മതിയെന്നാ ഞാൻ കരുതിയേ. അച്ഛന്റെ സംശയം ശബരിനോട് പറഞ്ഞിരുന്നു. വിവാഹ ദിവസം മുങ്ങാനാ എന്റെ പദ്ധതിയെന്ന്, അല്ലേ? അത് പിന്നെ ആരായാലും സംശയിച്ചു പോകില്ലടാ. ഇനി അതൊക്കെ വിടാം. ചുരുങ്ങിയ സമയം കൊണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു തീർക്കാൻ പറ്റുമോ എന്തോ. ഇനി വെറും 9 ദിവസേ ഉള്ളൂ. നിരഞ്ജനെ അങ്ങനെ ഒരു സംശയം ചോദിച്ചു. അതിലൊന്നും നീ കൺഫ്യൂസ്ഡ് ആവണ്ട. 4 ദിവസം മതി അതിന്. പിന്നെ ദൂരത്തുള്ളവർക്കൊരു ഫോൺ കോൾ. എന്നെ അതിലേക്ക് വലിച്ചഴിക്കരുതേ. ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കും ചുരുക്കം പേരല്ലേ ഉള്ളൂ. പിന്നെ ബാങ്കിലെ സ്റ്റാഫുകളെ വിളിക്കണം. നീ അവരെ ക്ഷണിച്ചാൽ മാത്രം പോരാ. അതല്ലാതെ 100 കൂട്ടം പണികൾ വേറെയുണ്ട്. ഡ്രസ് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യണം. അതിന് നീ ഇല്ലാതെ എങ്ങനെയാ? അതിന് ഞാൻ വരില്ലേ. അവരെടുക്കുന്ന സാരിയുടെ കളർ അറിയണം. നമുക്കൊന്ന് കാഞ്ചീപുരം വരെ പോയാലോ വിശ്വേട്ടാ? എന്റെ ഒരു ആഗ്രഹ. അനിതയും പ്രതാപനും ചെന്നൈയിലില്ലേ? എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഏർപ്പാടാക്കാം. പിന്നെ നീ നാളെ തന്നെ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം. സാരി കാഞ്ചീപുരത്ത് നിന്ന് തന്നെ എടുക്കണം. അതെടുത്തിട്ട് വേണം ബ്ലൗസ് തുന്നാൻ കൊടുക്കാൻ. നിന്റെ കല്യാണ ഡ്രസ്സും അവിടെ നിന്ന് എടുക്കണം. ഏതായാലും ലീവ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ. വിശ്വേട്ടൻ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തേ. അത് ഞാൻ ഏറ്റതല്ലേ. ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം വിളിക്കാനും ഞാൻ ഇറങ്ങിക്കോളാം. ഇനി ആകെ കൂടി തിരക്ക് പിടിച്ചൊരു സമയാ. വിശ്വേട്ടൻ വേറെ ഭാരം ഒന്നും വലിച്ച് തലയിൽ വെക്കാതിരുന്നാ മതി. നീ എന്നെ അത് ഓർമ്മപ്പെടുത്തണ്ട.
എന്തായാലും ഈ വീട്ടിൽ പഴയ സമാധാനം തിരിച്ചു കിട്ടി. ആ ശബരി, അളിയ വിവരങ്ങളൊക്കെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. തീയതി കുറിച്ചല്ലേ? നീ ഹോട്ടലിലാണോ? അതെ. സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പാവം ഇവിടെ ചടഞ്ഞിരിക്കുക. അളിയ, കല്യാണത്തിന് ഇനി 9 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ ദിവസവും കാണാറുണ്ടല്ലേ? ഞാൻ എല്ലാം അറിയുന്നുണ്ട്. നീ ബിയർ അടിച്ചോ? ആ, ബാംഗ്ലൂർ വരുമ്പോഴല്ലേ അളിയ ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. തിരിച്ചു പോരുമ്പോൾ സ്വാതന്ത്ര്യം മടക്കി ബാഗിൽ വെച്ചോണ്ട് പോരും. ആ അതെ, എനിക്കൊരു കോള് വരുന്നുണ്ട്. മനസ്സിലായി. അവളെ വിഷമിപ്പിക്കണ്ട അളിയ. അളിയ എടുത്തോ. സത്യം പറയാലോ ജയന്തി, ഇപ്പോഴാ എനിക്ക് അവനെ വിശ്വാസമായത്. അവനും അതറിയാം. അച്ഛന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് കേട്ടില്ലേ? കല്യാണ തലേന്നാള് അവൻ കടന്നു കളയുന്നല്ലേ കരുതിയത്. പിന്നെ ഒരു സംസാരം ഉണ്ടാവുമെന്ന് കരുതിയാ ഇടയ്ക്ക് ഞാൻ ചാടി വീണത്. ആ അതെ, അവര് കൂടെ കൂടെ കാണുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുമുണ്ട്. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളോ? എന്തായിരുന്നു അവൻ കാണിച്ച പരാക്രമം? ആ എന്തായാലും സുധിയിൽ ചലനമുണ്ടാക്കിയത് നിരഞ്ജനയാ. ഒരു മരുമകൾ എന്ന നിലയ്ക്ക് മാത്രമല്ല നമുക്ക് അവളോട് കടപ്പാടുള്ളത്. നമ്മുടെ മോന്റെ ജീവിതം തിരിച്ചു പിടിച്ചു തന്നത് അവളാ. എനിക്കതറിയാം. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവന്റെ മനസ്സ് കീഴടക്കാൻ അവൾക്ക് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ അർച്ചനയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനിലുണ്ടാവില്ല. ശബരിയോട് നമുക്ക് കടപ്പാടുണ്ട്. പലപ്പോഴും സുധിയെ നിയന്ത്രിച്ചു നിർത്തിയത് അവനാ. അവൻ നമ്മുടെ കുട്ടിയല്ലേ വിശ്വട്ടാ. ആ, ഇനി ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല ജയന്തി. മുഖം മുറിഞ്ഞ് അവനോട് ഓരോന്ന് പറയുമ്പോഴും ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ച വേദന ജയന്തിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൻ ഒന്നല്ലേ ഉള്ളൂ. ഒരു കുരുക്കിൽ ചെന്ന് വീണെന്ന് അറിഞ്ഞത് മുതൽ തുടങ്ങിയ പിടച്ചില്ല. ഏതായാലും നമ്മൾ നീക്കിയ കരുക്കളൊന്നും പിഴച്ചില്ല. അവൻ ആ പെണ്ണിനെ ഈ ജന്മം കണ്ടുപിടിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്തൊന്നും സുധിയെ തിരിച്ചു കിട്ടില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ ജീവിതം അവന് സമ്മാനിച്ചത് നമ്മളാണെന്ന്. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമ്മൾ അവന് വേണ്ടി എവിടെന്ന് കണ്ടെത്തും? ജസ്റ്റിസ് സുന്നിത്താന്റെ കുടുംബവുമായുള്ള നമ്മുടെ ബന്ധം പലരെയും അസൂയപ്പെടുത്തും. നീ നോക്കിക്കോ, വിവാഹത്തിന് VIP-കളെ കൊണ്ട് നിറയും. ആ നാളെ മുതൽ കല്യാണത്തിരക്ക് തുടങ്ങും. ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടാനൊന്നും വിശ്വട്ടം നിൽക്കണ്ട. ദൂരെയുള്ളവരെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. ലെറ്റർ മെയിൽ ചെയ്ത് കൊടുക്കാം. ആ അതേ നടക്കും. കിടക്കാൻ നോക്കാം. രാഘവനെ പോലുള്ള ഒരുത്തിന്റെ കയ്യില് അവൾ ഒതുങ്ങത്തുള്ളൂന്ന് ഇപ്പോ മനസ്സിലായില്ലേ? അവനെപ്പോലുള്ള ഒരുത്തന്റെ കയ്യിൽ ഇവളെ പിടിച്ചു കൊടുക്കണോന്ന് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നത് എന്താണെന്ന് ഇപ്പോ മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായി. ആ അവള് അവിടെ ഒരു പേരുദോഷം കേൾപ്പിച്ചു. അതെന്റെ 2 മക്കളുടെയും ഭാവിയെ ബാധിക്കുമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ മക്കളെന്റെ അനുസരണ വിട്ടു പോകത്തില്ല.
അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. പക്ഷേ ആ പെണ്ണ്, അവള് രാജപ്പനൊരു തലവേദനയാ. എന്റെ കെട്ടിയോളുണ്ടാക്കി വെച്ച തലവേദന. രണ്ട് കൊച്ചുങ്ങൾ താഴെ ഇരിക്കുമ്പോ ഒരു അന്യജാതിക്കാരനെ കയറി പ്രേമിക്കാൻ അവക്ക് തോന്നിയല്ലോ. അവളുടെ തള്ളയുടെ ഗുണം ഞാൻ പറഞ്ഞില്ലേ. അമ്മ വേലിയാടിയ മോളും മതിലിയാടും. അത് ശരിയാ. അതൊന്നും വെറുതെ പറയുന്നല്ല വാച്ചറെ. അന്ന് വല്ല അനാഥാലയത്തിലും പോകേണ്ട ജന്മമാ. ശ്യാമള എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോ നിങ്ങളുടെ മുമ്പിൽ രാജപ്പനാരായി. രാഘവൻ ഇതൊന്നും അറിയത്തില്ലയോ? അവനത് അറിഞ്ഞാ കെട്ടി കിടക്കുവോ? ആരെങ്കിലും ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടുവോ? ആശാന തോന്നുന്നുണ്ടോ? കാർത്തിയായനിയുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ആ രാഘവൻ ഇതൊന്നും അറിയരുത്. നമുക്ക് നിശ്ചയിച്ച ദിവസം തന്നെ കെട്ടു നടത്തിവിടണം. അതാ നല്ലത്. അതിനെനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെ സഹായമാണ്. എന്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് രായപ്പ. ഇനി അവള് ഈ റോസ്മലയൊന്നും പുറത്തു പോവില്ല. അതെ അതെ, രായപ്പൻ എന്ത് കാര്യത്തിലും ഞങ്ങളുണ്ട്. കുറച്ചു ദിവസം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയ ഒരു കുരുക്കിന്ന് രാജപ്പൻ രക്ഷപ്പെടും. അത് കഴിയുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. അവളെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് എന്റെ മോളുടെ കെട്ടിടത്താൻ. അത് ഈ റോസ് മലയിൽ ഒരു ആഘോഷമായിരിക്കും. വാ ചേച്ചി, വന്ന് എന്തെങ്കിലും കഴിക്കേ. എനിക്ക് വേണ്ട മോളെ. ആ കാർത്തികേയനെ ഇവിടെ വന്നതാ ആകെ കുഴപ്പമായത്, അല്ലേ ചേച്ചി? എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ഒരു രക്ഷപ്പെടലുണ്ടാവില്ല. കുഞ്ഞമ്മ പറഞ്ഞതാ ശരി. ശാപം കിട്ടിയ ജന്മം എന്റേത്. അപ്പച്ചനും അമ്മച്ചിയും പോയപ്പോ തന്നെ ഞാനത് മനസ്സിലാക്കണമായിരുന്നു. അച്ചുവേച്ചി, നിങ്ങൾക്ക് വീണ്ടും ഞാൻ അപമാനം വരുത്തി വെച്ചു. ഇതൊരു വലിയ പേരുദോഷം തന്നെയാ മോളെ. അങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് എന്റെ പ്രാർത്ഥന. ഇത് കല്യാണമൊന്നുമല്ല, ചിറ്റപ്പനും കാർത്തിയാനും ചേർന്നുള്ള ഒത്തുകളിയാ. രാഘവന്റെ ആരുമല്ല ആ സ്ത്രീ. ഓട്ടോയിലിരുന്ന് അവരുടെ സംസാരം കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഞാൻ അച്ചുവേച്ചിയോട് പറഞ്ഞില്ലേ വലിയൊരു ചതി ഇതിന് പിന്നിലുണ്ടെന്ന്. ഇനി എന്ത് ചെയ്യും അച്ചുവേച്ചി? ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊന്നും പറ്റില്ല. കല്യാണം കഴിയുന്നവരെ അച്ഛൻ ഒരിടത്തേക്കും പോവില്ല. നാട്ടുകാരും അച്ഛന്റെ ഭാഗത്താ. ചേച്ചിക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയുള്ളൂ. ചേച്ചി സുധിസാറിന്റെ നമ്പർ എനിക്ക് താ. പഠിക്കാൻ പോകുന്ന കൂട്ടത്തില് സുധിസാറിനെ വിളിച്ച് ഞാൻ വിവരം പറയാം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. SP-യുടെ ഭീഷണി എന്നൊക്കെ പറയുന്നത് അച്ഛൻ വന്ന് പറഞ്ഞ കാര്യങ്ങളാ. നാടുവിടാൻ അയാൾ ആവശ്യപ്പെട്ട് കാണും. SP ഞങ്ങളെ വ്യഭിചാര കുറ്റത്തിന് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഇനി അയാൾ അതിന് തുനിഞ്ഞാൽ തന്നെ സുധിസാർ കൈകിട്ട് നോക്കി നിൽക്കൂ. ചേച്ചി ശരിക്കൊന്ന് ആലോചിക്കും, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. അഭിമാനത്തോടെ ഒരു പെണ്ണായിട്ട് ജീവിക്കണോ അതോ മറ്റുള്ളവർ വിധിക്കുന്ന ജീവിതത്തിന് കീഴടങ്ങണോന്ന്? രേവതി, ഞാനൊരു കാര്യം ചോദിച്ച നിനക്ക് വിഷമാവോ? ഞാനൊരു വാർത്ത കേട്ടു. എന്താ ചേച്ചി? രേവതിയുടെ ചേച്ചിയെ കുറിച്ചാ. ആരോടും പറയാതെ അവള് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിന്നോ മറ്റോ. ചേച്ചി കേട്ടതൊക്കെ സത്യമാ. പ്രമീള ചേച്ചിയോട് ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല.
ചേച്ചി ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ സിറ്റിന്ന് എന്താ ഞങ്ങൾ ഈ മലയിലോട്ട് വന്നതെന്ന്. അതിന് കാരണക്കാരി അർച്ചനയാ. അതെന്താ അവള് വല്ല പേരുദോഷം കേൾപ്പിച്ചോ? ചേച്ചി ഇത് ആരോടും പറയരുത്. അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അവരറിഞ്ഞ ഈ ബന്ധം വേണ്ടെന്ന് വെക്കും. ഞാനിത് ആരോടും പറയില്ല. നിന്നെ ഞാൻ എന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ കാണുന്നത്. അവളുടെ അച്ഛനൊരു ക്രിസ്ത്യാനിയാ. അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു സഹകരണവും ഇല്ലായിരുന്നു. ആറ്റി വീണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചപ്പോ അവളുടെ അച്ഛന്റെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അമ്മ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ ദുരിതം. അച്ഛൻ വേണ്ട വേണ്ടാന്ന് അമ്മയോട് പറഞ്ഞതാ. നീ കാര്യം പറ. ടെസ്റ്റ് എഴുതാനെന്നും പറഞ്ഞ് അവളൊരു കാശിയാറിന്റെ മോന്റെ ഒപ്പം കണ്ണൂര് 2 ദിവസം കറങ്ങാൻ പോയി. അയ്യോ, അപ്പൊ അവൾ ആള് ഭയങ്കരയാണല്ലോ. ഒരാണിന്റെ മുഖത്ത് നോക്കാൻ സമ്മതിക്കാതെയാ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ പിന്നാലെ ആരെങ്കിലും നടന്നാ അച്ഛൻ അവനെ ജീവനോടെ വച്ചേക്കില്ല. പിന്നെ ഇവിടെ വന്നതിനു ശേഷമുള്ള കാര്യം ചേച്ചിക്ക് അറിയാലോ. നിന്റെ അച്ഛനെ എല്ലാവർക്കും പേടിയാ. അച്ഛൻ ഉള്ളുകൊണ്ടൊരു പാവോ ചേച്ചി. അച്ഛനോട് അടുത്ത് കഴിയുമ്പോ ചേച്ചിക്ക് അത് മനസ്സിലാവും. അപ്പോ അർച്ചനയ്ക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ? അവൾക്ക് അവനെ പിടിച്ചില്ലാന്ന്. സ്വന്തമായി 3 ലോറിയുള്ള ആളാ. കൊട്ടാരം പോലൊരു വീട്, ഒരമ്മ മാത്രം. പക്ഷേ ഞങ്ങളെ ഈ നാട്ടിൽ നാണം കെടുത്തണമെന്ന അവളുടെ ഉദ്ദേശം. അവൾക്ക് താഴെ 2 പെൺകുട്ടികൾ ഇരിക്കുമ്പോ അവള് ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് അവൾക്ക് കൂടി തോന്നണ്ടേ? എങ്ങനെയെങ്കിലും ആ ഭാരം ഒന്ന് ഒഴിവാക്കി കിട്ടിയാ ഞങ്ങള് രക്ഷപ്പെട്ടു. തിരിച്ചു വിളിക്കാൻ പോയത് എന്തിനാ? ആ വഴിക്ക് പോട്ടേന്ന് കരുതണം. നിങ്ങളുടെ ആരും അല്ലല്ലോ. അച്ഛൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയില്ലേ ചേച്ചി? വലിയ അഭിമാനിയാ അച്ഛൻ. നാട്ടിലെ ചീത്തപ്പേര് ഭയന്ന നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് ഇവിടെ നാണം കെട്ടില്ലേ? രേവതി വിഷമിക്കൊന്നും വേണ്ട. കല്യാണം വരെ അവളെന്ന് സൂക്ഷിച്ചാ മതി. കെട്ട് കഴിഞ്ഞ് അവള് പോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? ഞങ്ങൾക്കൊരു വിവാഹാലോചന വരുമ്പോ അവരിതൊക്കെ അറിയില്ല ചേച്ചി. ഒരു തെറ്റും ഇന്നേ വരെ ചെയ്യാത്ത ഞങ്ങളെ അത് ബാധിക്കില്ലേ? അങ്ങനെയൊന്നും വരില്ല. രേവതി നല്ല സ്മാർട്ടല്ലേ? നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ നല്ലൊരു പയ്യൻ വരും. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? നീ നോക്കിക്കോ, അർച്ചനയുടെ കല്യാണം കഴിയട്ടെ. അടുത്ത് തന്നെ നിനക്കും ഒരാള് വരും. അതിന് താമസമൊന്നും ഉണ്ടാവില്ല. എന്നാ ബാക്കി നാളെ ആവട്ടെ ചേച്ചി. ഞാൻ പോയിട്ട് വരട്ടെ. ശരി. ഇതാണ് അളിയാ ഫോൺ. എന്റെ അളിയെ ഞാനൊന്ന് തൊട്ട് നോക്കട്ടടാ. കൊടുക്ക്. ഇതിനെന്ത് വില വരും? ആർക്കറിയാം. ഒരു 10-20,000 രൂപയെങ്കിലും കൊടുക്കണോടാ. അല്ല, ഇതിന്റെ ആവശ്യമുണ്ടോടാ? വാട്സപ്പുള്ള ഒരു ഫോൺ പോരെ? കോമ്പസിന് അസൂയാടാ. നീ ഇത് തന്നെ അവൾക്ക് കൊടുക്കണം. അവളുടെ ഒരു യോഗം. ഒരു പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. അവളിത് വാങ്ങുമെന്ന എന്റെ സംശയം. ഈ ഫോൺ സമ്മാനമായിട്ട് കിട്ടിയ വാങ്ങാത്ത ഏത് പെണ്ണാടാ ഉള്ളത്? എടാ, അവള് വരുന്നുണ്ട്. പോട്ടെ, നിങ്ങൾ വിട്ടോ. ഓക്കെ. എന്താ കൂട്ടുകാരൊക്കെ കൂടി ഒരു ചുറ്റിക്കളി? എന്നെ കണ്ടപ്പോ അവര് കടന്നുളഞ്ഞല്ലോ. അവർക്കെല്ലാം അറിയാം. നമുക്കൊരു ശല്യമുണ്ടാന്ന് കരുതി അവര് പോയത്. സജി അവരോട് പറഞ്ഞോ? പറഞ്ഞു പോയതാ. മനസ്സിൽ ഈ ഭാരം കൊണ്ട് നടക്കാൻ വയ്യാഞ്ഞിട്ടാ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന്. രേവതി ഫേസ്ബുക്കിലല്ലേ? ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി. എനിക്കൊരു FB അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോ അത് യൂസ് ചെയ്യാറില്ല. അതെന്താ? നാട്ടിൽ വെച്ച് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു. അമ്പിളിയുടെ കയ്യിൽ നിന്ന് വീണ് അത് ഹാങ് ആയിപ്പോയി. ആരെങ്കിലും വിളിച്ചാ കോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോ ഒരു ചെറിയ ഫോൺ വാങ്ങി. പിന്നെ ഈ FBയിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് സജിയെ പോലെ ഒരു ജോലി ഇല്ലാത്തവർക്ക് കൊള്ളാം. കളിയാക്കണ്ട. ഇപ്പൊ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞ 3-ാം മാസം ഞാൻ ഗൾഫിൽ പോകും. താമസിയാതെ രേവതിയെ കൊണ്ടുപോകും. ഈ പറഞ്ഞത് സ്വപ്നമൊന്നും അല്ലല്ലോ? ഞാൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. നടക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ രേവതിയോട് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എന്നാ രേവതിക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോന്ന് ഞാനിപ്പോ മനസ്സിലാക്കാൻ പോവാ. തനിക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവാന്ന്. സ്വീകരിച്ചില്ലെങ്കിൽ ഈ സജി പിന്നെ രേവതിയുടെ മുഖത്ത് നോക്കില്ല. സമ്മാനോ? എന്ത് സമ്മാനം? അച്ഛൻ 2 മാസം മുമ്പ് ദുബായിൽ നിന്ന് കൊടുത്തു വിട്ടതാ. വാങ്ങി രേവതി. അയ്യോ, എനിക്ക് വേണ്ട സജി. ഇത് ഞാനും രേവതി അല്ലാതെ വേറെ ആരും അറിയില്ല. എന്റെ ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറയില്ല. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും വാങ്ങിക്കൂടാ. എന്നുവെച്ചാ രേവതിക്ക് എന്നെ വിശ്വാസമില്ലാന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ കരുതൂ. സജി ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് വിഷമാവും. രേവതി ഇപ്പൊ വിഷമിപ്പിക്കുന്നത് തന്നെയാ. സ്നേഹത്തോടൊരു സമ്മാനം തന്നിട്ട് നിരസിച്ച എന്റെ സ്നേഹത്തിന് പിന്നെ എന്ത് വിലയുള്ളത്? ഞാനിത് വാങ്ങിയാലും പുറത്ത് കാണിക്കാൻ പറ്റുമോ? വീട്ടുകാരോട് എന്തു പറയും? ഫേസ്ബുക്കും വാട്സാപ്പ് ഉപയോഗിക്കാൻ ഇതുപോരെ? കോൾ ചെയ്യാൻ മറ്റേ ഫോൺ എടുക്കണം. അല്ല, അത് പിന്നെ വാങ്ങടോ.
ഇതാ വാങ്ങിച്ചോ. സജി പ്രമീള ചേച്ചിയോട് പറയൂ. എന്തിന്? ഞാൻ പറയില്ല. അല്ല, പ്രമീള ചേച്ചി ചോദിക്കില്ലേ? അമ്മ അങ്ങനെയൊന്നും ചോദിക്കില്ല. എനിക്ക് 3 ഫോണുണ്ട്. വാങ്ങ രേവതി. എനിക്ക് സ്നേഹമില്ലെന്ന് സജി വിചാരിക്കുന്ന കരുതി വാങ്ങുന്നതാ. കവറിലോട്ട് വെച്ചോ. എന്നെ സജി ഒരു മോശം പെണ്ണായിട്ട് കാണരുത്. എന്നെ വെറുക്കുന്ന പേടിച്ചിട്ടാ ഞാൻ വാങ്ങിയേ. ഇതിലൊരു തെറ്റുമില്ല. സ്നേഹിക്കുന്നവർ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. എന്റെ ശരീരം വിറയ്ക്കുക. ഞാൻ പോട്ടെ. ശരി. പിന്നെ ഇന്ന് എന്നെ വാട്സപ്പ് റെഡിയാക്കണം. രാത്രി ഒരു ഹായ് പറയാൻ ഞാൻ വരും. അതിനൊക്കെ സമയം കിട്ടുമോന്ന് അറിയില്ല. രാത്രി ഞാൻ കാത്തിരിക്കും. എന്താ ചേച്ചിയുടെ തീരുമാനം? എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും സുധിയെ വിളിക്കില്ലെന്ന് ഉറപ്പിച്ചതാ ഞാൻ. പക്ഷേ ഈ വിധിക്ക് എനിക്ക് കീഴടങ്ങാനാവില്ല. എങ്കിൽ ചേച്ചി സുധി സാറിന്റെ നമ്പർ ഇതാ, ഞാൻ വിളിച്ചു പറയാം. മോളെ, നീ എനിക്ക് കുറച്ച് സമയം കൊടുത്താ. ഇനിയും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണോ? വേണം. സമയമാകുമ്പോ ഞാൻ നിന്നോട് പറയും. നീ പതുക്കെ പതുക്കെ മുറിയിന്ന് പുറത്തിറങ്ങി തുടങ്ങിയല്ലേ? ഇനി എപ്പോഴാ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുന്നേ? മതി പറഞ്ഞത്. അമ്മയ്ക്ക് വീട്ടിൽ ഇരുന്നാ മതിയല്ലോ. പുറത്തിറങ്ങുന്നവർക്കേ ഉള്ളു നാണക്കേടും. പ്രമീള ചേച്ചി ചോദിച്ചപ്പോ എന്റെ തൊലി ഒരിഞ്ഞുപോയി. ഓരോരുത്തർ വഴിയിൽ കാത്തു നിന്ന് ചോദിക്കുവാ. എനിക്ക് കരച്ചിൽ വന്നു. പ്രമീള ചേച്ചി ചോദിച്ചത് എന്താന്ന് അമ്മയ്ക്ക് കേക്കണ്ടേ? ഇവള് കാരണമാണോ നിങ്ങൾ ഈ മലയിലോട്ട് വന്നതെന്ന്. രാജപ്പൻ ചേട്ടന്റെ മക്കളെ നല്ല കുട്ടികളായിട്ട് അവര് കണ്ടിരുന്നതെന്ന്. ഇവളുടെ ഒറ്റ ഒരുത്തിയുടെ കയ്യിലിരിപ്പ് കാരണം ഞങ്ങൾ ചീത്തയായില്ലേ? മതിയായി. ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. Yeah.